കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യാശ പകരുന്ന ഒരു വചനമാണ് സങ്കീർത്തനം 118 അധ്യായം 6-7 വചനങ്ങൾ. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇതാണ്: എൻ്റെ കൂടെ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആളുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ വേദന ആരും അറിയുന്നില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല. അതിനൊരുപാട് പ്രയാസങ്ങളാണ്. പക്ഷേ ഈ വചനം പറയാണ്, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. അപ്പം നമ്മൾ ഏത് അവസ്ഥയിലും കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. ഈ സങ്കീർത്തനം പറയാണ്, ഞാൻ ആരെ ഭയപ്പെടണം? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? പലപ്പോഴും മനുഷ്യരെ പേടിച്ചാണ് ഒരുപാട് മക്കള് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. ഈ ഒരു വിശ്വാസം, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ഒരു സഹായം നമുക്കുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായാൽ, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എന്നെ സഹായിക്കാനുണ്ട് എങ്കിൽ നമുക്കാരെയും ഭയപ്പെടേണ്ടതില്ല. കാരണം ദൈവമാണ് നമ്മുടെ കൂടെ. ഈ ഒരു ബോധ്യം, ഈ ഒരു വിശ്വാസം നമ്മുടെ പ്രത്യാശയെ സഹായിക്കും. മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് ബലം നൽകും. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഭയപ്പെടുന്ന സമയങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വചനം ഓർമ്മ വരുവാൻ ഇടവരണമേ. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെയും ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? കർത്താവെ, ഈ ഒരു വചനം ഇനി അഭിഷേകമായി മാറി ഭയം കൂടാതെ, പരിഭവമില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ വചനത്തിൻ്റെ ശക്തിനെ നിറയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയും കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.